സ്വത്തിന്റെ പേരിൽ വയോധികനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. നീണ്ടകര സ്വദേശി ശങ്കർ നാരായണനാണ് മരിച്ചത്. മർദ്ദനത്തിൽ കാലൊടിഞ്ഞു തൂങ്ങിയ ശങ്കർ നാരായണനെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. വയോധികനെ ബന്ധുക്കൾ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. നീണ്ടകര 9-ാം വാർഡിൽ വിഷ്ണു നിവാസിൽ ശങ്കരനാരായണനാണ് കൊല്ലപ്പെട്ടത്. മർദ്ദനത്തിൽ ഇയാളുടെ കാലുകൾ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളും വാർഡംഗവും അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊഴിലുറപ്പ് തൊഴിലാളിയായ ശങ്കരനാരായണന്റെ ഭാര്യ ഉഷ ഭർത്താവിനെ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് റോഡിൽ മർദ്ദനമേറ്റ് രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ ഇയാളെ കണ്ടത്. ഇവർക്ക് മക്കളില്ല. സ്വത്തിനു വേണ്ടി ബന്ധുക്കൾ നിരന്തരം ഇയാളെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് ഭാര്യ ഉഷ പറഞ്ഞു. സ്വത്ത് തർക്കോ സാറേ, സ്ഥിരമായിട്ട് തല്ലുവാ സാറേ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സാറേ? ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഗുരുതരമായി പരിക്കേറ്റ ശങ്കരനാരായണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.